വ്യൂവേഴ്സ്, ദർശന ടി വി പ്രേക്ഷകരേവരെയും ഇന്നത്തെ സഫലമീ യാത്ര പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കേരളം, ഗോഡ്സ് ഓൺ കൺട്രി, കേരളത്തിൻ്റെ കൾച്ചർ, കേരളത്തിൻ്റെ ഹെറിറ്റേജ്, ഒരു പക്ഷേ കേരളത്തിൽ താമസിക്കുന്ന നമ്മളത് മറന്നേക്കാം. എങ്കിലോ പ്രവാസ ലോകത്തിൽ നമ്മൾ എത്തുമ്പോൾ ഇവിടെ കാണാൻ പറ്റുന്ന കേരളീയ ഹെറിറ്റേജ്, കേരളീയം എന്ന് പറയുന്ന അത്രയും ഒരു കൾച്ചറൽ ആക്ടിവിറ്റീസിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടും കേരളത്തിൻ്റെ ആ ഹെറിറ്റേജിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടും ബിസിനസ് ചെയ്യുന്ന മലയാളികൾ ഫാമിലി ആയിട്ട് ഇവിടെ നല്ല രീതിയിൽ താമസിക്കുമ്പോഴും നമുക്ക് കൗതുകം തോന്നുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ കാണുന്നത്. ഇന്ന് അത്തരത്തിൽ കൗതുകം തോന്നുന്ന കാഴ്ചയായിട്ടും നല്ലൊരു ഫാമിലി, നല്ലൊരു ബിസിനസ് ഓൺട്രപ്രണർ മാത്രമല്ല ഓൺട്രപ്രണേഴ്സ് എന്ന് പറയണം, ബിക്കോസ് ബോത്ത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആർ റിയലി ഇൻ ടു ബിസിനസ്. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന അതിഥികൾ നമ്മളുടെ കേരളത്തിൽ പാലക്കാട് വളരെ അറിയപ്പെടുന്ന സ്ഥലമാണ്. പാലക്കാട് നെന്മാറവേല എന്ന് പറയുന്നത് ഏവർക്കും പാലക്കാടിൽ താമസിക്കുന്ന എല്ലാവർക്കും തന്നെ വളരെ ഇഷ്ടമുള്ള ഒരു സംഭവമാണ്. ആ വേലയ്ക്കൊന്ന് അറ്റൻഡ് ചെയ്യുക എന്നുള്ളത്. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന അതിഥി, അദ്ദേഹത്തിന് വേലയെക്കുറിച്ച് പറയാനും ബിസിനസ്സിനെ കുറിച്ച് പറയാനും ലൈഫിനെ കുറിച്ച് പറയാനും ലൈഫിൻ്റെ വാല്യൂസിനെ കുറിച്ച് പറയാനും ഒരുപാട് കാര്യങ്ങളുണ്ട്. എനിവേസ് ടുഡേ ഐ എം ടേക്കിംഗ് ദിസ് പ്രിവിലേജ് ടു ഇൻട്രൊഡ്യൂസ് Dr. T.K. Udaybanu. He is the Managing Director of Empire Technical Contracting as well as he is the President of Marketing for the company called Karam Safety. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ വൈഫ് ശൈലജ മാഡമും നമ്മോടൊപ്പം ഉണ്ട്. എന്തായിരുന്നാലും നിങ്ങൾക്ക് വേണ്ടി അവർ രണ്ടുപേരും ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. നമസ്കാരം. വളരെ സന്തോഷമുണ്ട് എൻ്റെ നാട്ടുകാരെ ഇവിടെ വെച്ച് കാണുമ്പോഴും ആ കേരളീയം മിസ്സാവാതെ തന്നെ ആ ഒരു ഭംഗി കാത്തു സൂക്ഷിച്ചുകൊണ്ടും ചെയ്യുന്ന രണ്ട് ബിസിനസ് മലയാളികൾ ഒരു വീട്ടിൻ്റെ അകത്ത്. മേ ബി ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഓർ എനിബഡി എൽസ്. ഇന്ന് ഹസ്ബൻഡ് ആൻഡ് വൈഫാണ് നമ്മൾ മീറ്റ് ചെയ്യുന്നത്. എനിവേസ് ലെറ്റ് സ്റ്റാർട്ട് യുവർ ചൈൽഡ്ഹുഡ് ഫ്രം പാലക്കാട്. പാലക്കാടിൽ ജനിച്ച സ്ഥലം എവിടെ തന്നെ? ഞാൻ തോലന്നൂർ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ് ജനിച്ചത്. ഇപ്പോൾ തോലന്നൂർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഏകദേശം ഒരു വില്ലേജ് എന്ന് പറയാൻ പറ്റില്ല, വളരെ ഡെവലപ്പായിക്കൊണ്ടിരിക്കുകയാണ്. കുഴൽമന്നത്തു നിന്നും മണിയമ്പാറ പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഞാൻ പഠിക്കാൻ ആ ചെറുപ്പകാലത്ത് എന്ന് പറഞ്ഞാൽ ഏകദേശം 15 കിലോമീറ്റർ നടന്നു വേണം ആ തോലന്നൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്താനും അതുപോലെ തിരിച്ച് ബസ്സിലേക്ക് കയറാനും സ്കൂളിൽ പോകുന്നതും അതിന് വേണ്ടിയിട്ട് തന്നെ അറ്റ്ലീസ്റ്റ് ഒരു 5 കിലോമീറ്റർ നടന്നു വേണം തോലന്നൂർ പറഞ്ഞൊരു സ്ഥലം എത്താൻ. അതാണ് എൻ്റെ മദറിൻ്റെ സ്ഥലം. അതുപോലെ തന്നെ വേറൊരു മാത്തൂര് കൊണ്ട് കുഴൽമത്തിൻ്റെ അടുത്തുള്ള സ്ഥലത്തിലാണ് ഞങ്ങളുടെ വിദ്യാഭ്യാസം. തോലത്തിൻ്റെ വേറൊരു സവിശേഷത എന്ന് പറയാവുന്നത് 10 കൊല്ലം കണ്ടിന്യൂസ് ആയിട്ട് ആരും ജയിക്കാത്തൊരു സ്കൂൾ കേരളത്തിലുണ്ടെങ്കിൽ തോലന്നൂരിലായിരുന്നു. പക്ഷേ അത് മാറിയിട്ട് ഇന്നിപ്പോൾ ഏകദേശം 100% റിസൾട്ടാണ് ആ സ്കൂളുകളിൽ വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള റിസൾട്ട് കണ്ടിന്യൂസ് വരുന്നത് കൊണ്ടാണ് എൻ്റെ വിദ്യാഭ്യാസം നെന്മാറയിലേക്ക് അച്ഛൻ്റെ സ്ഥലത്തിലേക്ക് ആക്കിയത്. അങ്ങനെ 6th തൊട്ടിട്ട് നെന്മാറയിലാണ് ഞങ്ങൾ പഠിച്ചതും വളർന്നതും. അച്ഛൻ ചെറുപ്പം തൊട്ടേ ഗൾഫിലായിരുന്നു. പല കമ്പനികളിലും അച്ഛൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നെന്മാറയിൽ നിന്ന് ഫസ്റ്റ് ജർമ്മനിക്ക് പോയ ഒരു മഹാൻ എന്ന് പറയാം അച്ഛനായിരുന്നു. അച്ഛൻ്റെ കയ്യിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ പഠിച്ചിട്ടുണ്ട്. അച്ഛൻ ഒരുപാട് റിയൽ എസ്റ്റേറ്റ് ഒരുപാട് ബിസിനസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ബിസിനസ് വളർത്താൻ സാധിക്കാതെ ബിസിനസ് പൊളിഞ്ഞൊരു സാഹചര്യത്തിലാണ് ഞാൻ ഇന്ത്യൻ ആർമിയിൽ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ ജോയിൻ ചെയ്തത്. അതുകൊണ്ട് ബിസിനസ് നമ്മൾ തുടങ്ങുമ്പോൾ ആദ്യം നോക്കേണ്ടത് അതെങ്ങനെ നമ്മൾ അതിനെ മാനേജ് ചെയ്യണം. അല്ലെങ്കിൽ നമ്മളിപ്പോൾ നമ്മുടെ ബ്രദേഴ്സിൻ്റെ അടുത്ത് അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ അതിലെങ്ങനെ നഷ്ടം സംഭവിക്കും അതും കൂടെ മനസ്സിലാക്കിയ ഒരു ജീവചരിത്രമാണ് എനിക്കുള്ളത്. പക്ഷേ എനിക്ക് ഏറ്റവും നല്ലൊരു ഡിസിപ്ലിൻ എന്നെ പഠിപ്പിച്ചത് ഇന്ത്യൻ ആർമിയാണ്. ഇന്ത്യൻ ആർമി ജോയിൻ ചെയ്ത ശേഷമാണ് എനിക്ക് മനസ്സിലായത് എന്താണ് നമ്മളിപ്പോഴുള്ള എസ്പെഷ്യലി ഇപ്പോഴത്തെ ഗൾഫിലായാലും ശരി അതുപോലെ പൈസയുള്ള വീട്ടിലായാലും ശരി ഒരു കുട്ടി ജനിച്ച് കോളേജിൽ പോയി അതിനുശേഷം ഒരു ജോലി കിട്ടുമ്പോൾ ഇന്ത്യൻ ആർമിയിൽ നിങ്ങൾക്ക് എങ്ങനെ ഡിസിപ്ലിൻ പഠിക്കാം, അതുപോലെ തന്നെ അവിടുത്തെ ചിട്ടകൾ എന്തെല്ലാം പഠിക്കാം, ഒരു സെൽഫ് സഫീഷ്യൻറ്റ് നമ്മളെ ആക്കുന്നത് ഇന്ത്യൻ ആർമിയാണ്. അപ്പോൾ എനിക്ക് ഒരുപാട് കടമയാണ് ഇന്ത്യൻ ആർമിയോട്. ഒറ്റ ഒരു ബുദ്ധിമുട്ട് മാത്രമേ അന്ന് ഉണ്ടായിരുന്നുള്ളൂ. അന്നും എൻ്റെ അച്ഛൻ 50,000 അല്ലെങ്കിൽ 60,000 70,000 ഇന്ത്യൻ റുപ്പീസ് ആ സമയത്ത് ഏകദേശം ഞാൻ പറയുകയാണെങ്കിൽ 82 അല്ലെങ്കിൽ 80 കാലങ്ങളിൽ ഉണ്ടാക്കുമ്പോഴും ഇന്ത്യൻ ആർമിയിലെ ശമ്പളം അന്ന് 4,000 രൂപ 5,000 രൂപയായിരുന്നു. അപ്പോൾ ഞാൻ കാൽക്കുലേറ്റ് ചെയ്യണത് ആ 5,000 റുപ്പീസ് അല്ലെങ്കിൽ 8,000 റുപ്പീസ് വെച്ച് ഞാൻ എന്ന് അച്ഛൻ്റെ ശമ്പളം എത്തും. അത് നോക്കിയപ്പോൾ എനിക്ക് യാതൊന്നും ഒരു എത്തപ്പെടാനൊരു സാധിക്കാത്തത് കൊണ്ട് ഞാൻ എൻ്റെ കമാൻഡിങ് ഓഫീസറിനെ പോയി ചോദിച്ചു, സാർ ആക്ച്വലി വെൻ ഐ വിൽ ഗെറ്റ് ദാറ്റ് സാലറി? ഈ സെഡ് നോ, ഐദർ യു ഷുഡ് ബി കമ്മീഷൻ ഓഫീസർ, യു ഷുഡ് റീച്ച് ദാറ്റ് ലെവൽ, ബട്ട് ഐ ഡോണ്ട് തിങ്ക് സോ ഇറ്റ്സ് പോസിബിൾ. സോ അന്ന് എനിക്ക് അവിടെ നിന്ന് ഇറങ്ങാൻ ഒരു സാഹചര്യം എനിക്ക് ഒരുക്കി തന്നതും അതുപോലെ തന്നെ ഞാൻ കമ്പൽസറി ആയിട്ട് റിട്ടയർമെൻറ്റ് മേടിച്ചിട്ടാണ് ഞാൻ പിന്നെ ബോംബെയിലേക്ക് കയറി.
പിന്നെ അവിടെ കിർലോസ്കറിൽ ജോലി ചെയ്തു. അതുപോലെ തന്നെ വാസ്പം. അവിടെ ഞാനൊരു ചെറിയ ബ്രേക്ക് വെക്കുകയാണ്. അന്ന് ഇന്ത്യൻ ആർമിയിൽ നിന്ന് പുറത്ത് വരുമ്പോൾ എത്രയായിരുന്നു പ്രായം? എൻ്റെ വയസ്സ് 24 വയസ്സായിരുന്നു. 24 വയസ്സിൽ ജീവിതത്തിനെ കുറിച്ച് വളരെ മെച്ചുവേർഡായിട്ട് ഒരു ഡെസിഷൻ എടുക്കാനും ഫോർകാസ്റ്റ് ചെയ്ത് നോക്കാനും ഉള്ള കഴിവ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ കഴിവ് എവിടെ നിന്നാണ് വന്നത്? ഫാമിലിയിൽ നിന്നാണോ ആർമിയിൽ നിന്നാണോ കിട്ടിയത്? ഞാൻ കോളേജ് പഠിപ്പ് മുഴുവനാക്കുന്ന മുമ്പാണ് അച്ഛൻ്റെ ബിസിനസ്. ഞങ്ങൾ ശ്രീനാരായണ സർവീസ് ഒറ്റപ്പാലം അടിപ്പരണ്ട നമ്മൾ മോഹൻലാലിൻ്റെ ഒരു പടത്തിൽ എന്ന് പറഞ്ഞ പോലെ തന്നെ അച്ഛൻ്റെ ജീവിതം അങ്ങനെയായിരുന്നു. അച്ഛൻ എത്രത്തോളം പൈസ അതിൽ ഇറക്കിയിട്ടുണ്ടെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 100 പുറ കണ്ടടക്കം പുള്ളി അത് കംപ്ലീറ്റ് വിറ്റിട്ടാണ് ആ ബസ്സിന് വേണ്ടി നടത്തിക്കൊണ്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു ബസ്സിൻ്റെ ബിസിനസ്സും അതുപോലെ തന്നെ ബസ്സിൻ്റെ തകർച്ച കണ്ട് ജീവിക്കുന്നത്. അപ്പോൾ എൻ്റെ 5 ബ്രദേഴ്സായിരുന്നു എനിക്കുള്ളത്. ഈ 5 ബ്രദേഴ്സിൻ്റെ കടമ മുഴുവൻ എൻ്റെ തലയിലായി പോയി. അപ്പോൾ അതുകൊണ്ട് ഒരു ആർമിയിലുള്ള ശമ്പളം കൊണ്ട് എനിക്ക് മനസ്സിലായി എനിക്ക് ഇവർ 5 പേരെ മോളിക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്ക് ഏറ്റവും നല്ലത് ഐദർ ഐ ഷുഡ് ഗെറ്റ് എ ബെറ്റർ ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഓർ ഐ ഷുഡ് ആക്ച്വലി സ്റ്റാർട്ട് സംതിങ്. അതിന് എനിക്ക് എക്സ്പീരിയൻസ് വേണം. അപ്പോൾ അത് ആർമിയിൽ നിന്ന് എനിക്ക് കിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് മാത്രമാണ്. പക്ഷേ എനിക്ക് വളരെ വിലയേറിയ പല ജീവിത ഡിസിപ്ലിൻസ് പഠിക്കാൻ പറ്റി, നമ്മുടെ ചിട്ടകൾ പഠിക്കാൻ പറ്റി, പിന്നെ ഫോക്കസ് ചെയ്യാൻ പഠിക്കാൻ പറ്റി, പിന്നെ എന്തും ചെയ്യാനുള്ളൊരു ധൈര്യം അത് ആർമിയിൽ നിന്ന് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. കാരണം പാലക്കാട് പോലൊരു വില്ലേജിൽ ഞാൻ ജനിച്ചിരുന്ന ഒരാൾക്ക് പിന്നെ കമ്മ്യൂണിക്കേഷൻ പവർ നമുക്ക് അത്രയില്ല. അതുപോലെ തന്നെ എന്ത് സാഹചര്യം നേരിടാനുള്ള കഴിവില്ല. നമുക്ക് അതെല്ലാം വളർത്തി തന്നത്. കാരണം പാലക്കാട് പോലെ ഒരാൾക്ക് നമുക്ക് മലയാളം അല്ലാതെ വേറൊന്നും നമുക്ക് ഭാഷയില്ല. അപ്പോൾ ഇന്ത്യൻ ആർമിയിൽ എനിക്ക് കിട്ടിയത് മാക്സിമം നോളേജ് ഇൻ ദ സെൻസ് പല ലാംഗ്വേജസ്. പഞ്ചാബികൾ ഞാൻ സംസാരിക്കാൻ പഠിച്ചു, ഗുജറാത്തികളുടെ കൂടെ ഇടപെട്ട് ഗുജറാത്തി സംസാരിക്കാൻ പഠിച്ചു, തമിഴന്മാരുടെ കൂടെ തമിഴ് പഠിക്കാൻ പറ്റും. ആ 24 വയസ്സിൽ എനിക്ക് ഏകദേശം ഒരു 8-9 ലാംഗ്വേജസ് എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അത് തന്നെയാണ് വലിയ ടൂൾ. ലാംഗ്വേജ് ഈസ് എ ബിഗ്ഗസ്റ്റ് ടൂൾ. നമ്മുടെ ഇന്നത്തെ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ ഇന്നത്തെ സ്റ്റുഡൻസ് നിങ്ങളൊരു MBA എടുത്താലും നോക്കിയാലും ശരി, എഞ്ചിനീയേഴ്സ് ആയാലും ശരി, വാട്ട് ഈസ് ദെയർ ലാക്കിംഗ് ഈസ് ദ ലാംഗ്വേജ് പവർ. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ കേരളത്തിൽ പഠിച്ചാലും ശരി എവിടെ പഠിച്ചാലും ആദ്യം ചെയ്യേണ്ടത് വി ഷുഡ് ബി വെൽ സഫിഷ്യൻറ്റ് നോളേജ് ഓഫ് ലാംഗ്വേജസ്. ദാറ്റ് ഈസ് ദ മെയിൻ അസറ്റ് വി ഷുഡ് ഏൺ ഇറ്റ് ആക്ച്വലി. അതുണ്ടെങ്കിൽ നമ്മളൊരു 50% നമ്മൾ വി വോൺ ലൈഫ് എന്ന് പറയാം. പക്ഷേ ഇന്ന് ഞാൻ പല കുട്ടികളെ ഇൻ്റർവ്യൂ ചെയ്യുന്നുണ്ട് എൻ്റെ ജോലി സ്ഥാപനത്തിന് വേണ്ടിയിട്ട്. മാക്സിമം നോക്കുന്ന എല്ലാവരും BTech ആണ്, MBA ആണ്. പക്ഷേ ലാംഗ്വേജ് എഫിഷ്യൻസി ഒരു ലെറ്റർ എഴുതാൻ പറഞ്ഞാൽ ഇറ്റ് ഈസ് വെരി അപ്പത്തറ്റിക്. സി ദേ വോണ്ട് ബി ഏബിൾ ടു ഡ്രാഫ്റ്റ് എ ലെറ്റർ properly in proper usage of grammar or something like that. And coming to your life, ഒരു ഇൻഡിവിജ്വലിൻ്റെ ജീവിതത്തിൽ എങ്ങനെയാണ് അദ്ദേഹം ഫോം ആയതെന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ടാണ് പറഞ്ഞത്. ആർമിയിൽ നിന്ന് ഡിസിപ്ലിൻ പഠിച്ചു, അച്ഛൻ്റെ അടുത്ത് നിന്ന് ബിസിനസ് നഷ്ടമായി കഴിഞ്ഞാലും ആ കറേജ് പഠിച്ചു, സെൽഫ് കോൺഫിഡൻസ് പഠിച്ചു, ഡിസിപ്ലിൻ, ഹൗ ടു ലീഡ് എ ലൈഫ് എന്ന് പറയുന്നത് ആർമിയിൽ നിന്ന് പഠിച്ചു എന്നൊക്കെ പറഞ്ഞു. മാഡത്തിൻ്റെ ജന്മസ്ഥലം എവിടെയായിരുന്നു? ഞാൻ ജനിച്ചത് പാലക്കാടാണ്. Though I was born in Palakkad, I was born and brought up in Chennai and then in Mumbai. So my basic childhood മുഴുവനും എനിക്ക് ചെന്നൈയിലായിരുന്നു കൂടുതലും ഞാൻ പറയുന്നത്. Because my father was stationed there. He was an internal auditor. So like he used to, his head office was in ഇവിടെ ചെന്നൈയിലായിരുന്നു. അപ്പോൾ ഞങ്ങൾ ചെന്നൈയിൽ സ്റ്റേഷൻഡ് ആയിരുന്നു. And he used to travel around India. So my education is basically in Chennai. And but still എല്ലാ കൊല്ലവും like the day my last exam gets over, I was very particular that I come back to my hometown village. ചെറിയൊരു ഗ്രാമമാണ്. It's near Nenmara only, near this. ഒരിക്കലും ആ ഗ്രാമം നമ്മുടെ മനസ്സിൽ നിന്ന് നീങ്ങുകയില്ല. Even now it is a weakness for me. Even for me too, because അന്ന് കാണുന്ന കാഴ്ചകൾ ഇന്ന് നമുക്ക് കാണാൻ പറ്റുന്നില്ല. And we are into a life where everything is totally technical and everything is more commercialized, and everything. We don't feel that nature. We don't feel the mother of land. Personal touch is not there in anything that we do here. It's like routine basis. It's a routine, you have to do it. But when you go back to കേരളത്തിലേക്ക് ഇങ്ങനെ നമ്മുടെ വില്ലേജ്, എൻ്റെ വില്ലേജിൻ്റെ പേര് അയിലൂർ എന്നാണ്. അപ്പോൾ അവിടെ പോകുമ്പോൾ like the interaction is more on a personal basis. I would love that compassion that you feel. Sure. Our safety and security. That security that you feel when you go there, like അതിപ്പോൾ നമുക്ക് സിറ്റി ലൈഫിൽ you can't expect. നമ്മൾ ചെല്ലുമ്പോൾ എന്താണ് don't have time. Exactly. ആൻഡ് നമ്മൾ ചെല്ലുമ്പോൾ എന്താണ്, സുഖമാണോ, കുട്ടികളൊക്കെ എന്ത് ചെയ്യുന്നു, അത് മറ്റുള്ളവർ നമ്മളോട് ആ ക്വസ്റ്റ്യൻ റൈസ് ചെയ്യുമ്പോൾ തന്നെ വി ഫീൽ വെരി ക്ലോസ് ടു. ഇവിടെ നമ്മുടെ ഈ റഷ് ആയിട്ടുള്ള ഒരു ലൈഫിൽ വി ഡോണ്ട് ഹാവ് ടൈം ടു ആസ്ക് ഹൗ ആർ യു ഓക്കെ എന്ന് പോലും നമ്മുടെ മക്കളുടെ അടുത്ത് പോലും ചോദിക്കാൻ സമയം കിട്ടാത്ത ഒരു ടൈമാണ്. പക്ഷെ നാട്ടിൽ പോകുമ്പോൾ when you have your അമ്മൂമ്മമാരും മുത്തശ്ശിമാരും വലിയമ്മമാരും ഒക്കെ you feel very young, so loved, നമ്മൾ പോകുമ്പോൾ. സോ ആ ഒരു സ്പെഷ്യാലിറ്റി യു ഗെറ്റ് ഓൺലി ഇൻ വില്ലേജസ്. എക്സാക്ട്ലി റൈറ്റ് സൈഡ്. അത് എനിക്കും ഒരുപാട് ഫീൽ ചെയ്യാറുണ്ട്. ബിക്കോസ് ഇന്നത്തെ ജീവിതത്തിൽ നമുക്ക് കുറേ നഷ്ടങ്ങളാണ് ഉണ്ടാവുന്നത്. ദോ വി ഹാവ് മണി, ലൂസിങ് എ ലോട്ട് ഓഫ് humanitarian consideration, അത് ഇല്ല. ഇപ്പോൾ we are losing that. അത് so I was always very particular, like exam day
last day evening that night train പിടിച്ചിട്ടുണ്ടാവും നാട്ടിലേക്ക്. So those 2 months I always, and I don't go anywhere else. നാട്ടിൽ പോയാലും ആ വില്ലേജിൽ ഇരിക്കുക അല്ലാണ്ട് വേറെ എവിടെയും പോകാൻ വലിയ ഇഷ്ടമില്ലാത്തൊരു നമ്മുടെ ഗ്രാമത്തിലുള്ള now it's the same thing. I go there, I don't like to go out of that village. Exactly. So that ഇവിടെ കിട്ടുന്ന towards that place is നമ്മൾ എത്ര വലിയ 5-star ഹോട്ടലിലോ അല്ല 7-star ഹോട്ടലിൽ പോയി താമസിച്ചാലും അവിടെ ആ വില്ലേജ് കിട്ടുന്ന that സുഖം small ഒരിക്കലും room, you know, that small room that it has made up with the life. There are too many memories that are, you know, attached to those places, to those Exactly. people. So which you can't let go of. Those are like your treasures in your ട്രഷേഴ്സ് എക്സാക്ട്ലി. ആൻഡ് സാറിന് എന്ത് തോന്നുന്നു? മാഡം വളരെ വ്യക്തമായിട്ടാണ് ആ കാര്യം പറയുന്നത്. ബിക്കോസ് ഒബ്വിയസ്ലി നമ്മൾ എത്ര ലോകത്തെ എത്ര വലിയ സ്ഥലങ്ങളിൽ ചെന്നാലും നമ്മുടെ ഗ്രാമം, നമ്മുടെ വില്ലേജ് എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും ജീവിതത്തിൽ നിന്ന് പറിച്ചെടുക്കാൻ പറ്റാത്ത ഒരു സുഖം തരുന്ന ഒരു സ്ഥലമാണ്. സാറിന് അത്തരത്തിലുള്ള ഫീലിംഗ് ഉണ്ടോ? വളരെ പെർഫെക്റ്റാണ്. വൈഫിനും അതുപോലെ തന്നെ, എനിക്കും അതുപോലെ തന്നെ. മാസത്തിൽ ഒരിക്കലെങ്കിലും നെന്മാറയിൽ പോയി, വില്ലേജിൽ പോയി, അവിടെയുള്ള ആൾക്കാരെ കണ്ട് അവിടുത്തെ ഒരു നാട്ടുകാരനായിട്ട് ജീവിക്കാനുള്ള ഒരു ആഗ്രഹം ഒരിക്കലും തീരില്ല. ഈവൻ അതുപോലെ തന്നെ നെന്മാറയിലെ ഏറ്റവും നല്ലൊരു ഉത്സവമാണ്, അല്ലെങ്കിൽ പാലക്കാട് അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് അറിയപ്പെടുന്ന ഒരു ഉത്സവമാണെന്ന് നെന്മാറ. ഏപ്രിൽ 20-ാം തീയതി ആ വേലയ്ക്ക് ഞങ്ങൾ എത്തിയിരിക്കും. ഞങ്ങളിവിടെ ഒരു 120 ഫാമിലി ഉണ്ടെങ്കിൽ ആ 120 പേര് അന്ന് രാവിലെ വേല അവിടെ നടത്തി 3 ദിവസം കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാം വരും. ഞങ്ങളെല്ലാം വേലപ്പറമ്പിൽ അന്ന് ലുങ്കി കൊടുത്ത് തോർത്ത് കൊടുത്ത് വേലയുടെ കംപ്ലീറ്റ് ഉത്സവങ്ങളും ആഘോഷിച്ചിട്ട് അതിന് വേണ്ടിയുള്ള എല്ലാ വേണ്ട കാര്യങ്ങളും ചെയ്തിട്ട് ഞങ്ങൾ എന്നും വരുള്ളൂ. അപ്പോൾ നമ്മൾ എന്തെല്ലാം സുഖസൗകര്യം അല്ലെങ്കിൽ നാട് അല്ലെങ്കിൽ നാട്ടുകാർ അല്ലെങ്കിൽ അവിടെയുള്ള ദേശക്കാർ അവർക്ക് വേണ്ട സൗകര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റണമെന്ന് ഞാൻ ഓരോരുത്തർക്കും ഞാൻ പറയാനുള്ള വേറൊരു അഭിപ്രായം. ഞാനെന്ന് പറയുന്ന വ്യക്തി ഡോക്ടർ ഉദയഭാനു ഇന്ന് കാണുന്ന ഈ ബിസിനസ് മാനോ ഈ ഡോക്ടറേറ്റോ ഇതൊന്നും അല്ല. അവിടെ ചെന്ന് ലുങ്കി കൊടുത്ത് തോർത്ത് അതാണ് റിയൽ മാൻ. ആ ഉദയഭാനുയുടെ അകത്ത് ഫീൽ ചെയ്യുന്ന അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന ഒരു ഉദയഭാനു അത് തന്നെയാണ് അല്ല. നമ്മളെ മറക്കാതിരിക്കുക, അതാണ് മെയിനായിട്ട്. അത് നമ്മൾ എത്ര വലിയവനായാലും നമ്മൾ നമ്മുടെ സാഹചര്യങ്ങൾ വളർന്ന രീതിയിലും അതുപോലെ തന്നെ നമ്മളെ സഹായിച്ച ആൾക്കാരും അതുപോലെ നമ്മൾക്ക് ഇനി സഹായിക്കാൻ പറ്റുന്ന ആൾക്കാരെയും കണ്ടുപിടിച്ച് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാം. നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ പൈസ മാത്രം ആണെങ്കിൽ നമുക്ക് പൈസ വരില്ല എന്ന് ഞാൻ പറയുള്ളൂ. ഞാൻ എല്ലാവരോടും അതേ മാത്രമേ പറയുള്ളൂ. നമ്മളുള്ള പരിമിതിയിൽ ജീവിക്കുക, അതുപോലെ തന്നെ എന്തെങ്കിലും സാധിക്കുകയാണെങ്കിൽ മാക്സിമം ചെയ്യാനുള്ള. ഞാനിപ്പോൾ ഇവിടെ വൈഫ് ബിസിനസ് ചെയ്യുന്നത് ആക്ച്വലി സേഫ്റ്റി സ്പെക്ടാക്കിൾസിൻ്റെ ബിസിനസ്സാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ഏകദേശം നല്ലൊരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ മക്കൾ വിദ്യാഭ്യാസം എല്ലാം കഴിഞ്ഞാൽ ഒരു 100 പേർക്കെങ്കിലും കാഴ്ച കൊടുക്കാൻ എന്നെ കൊണ്ട് സാധിക്കണമെന്നാണ് എൻ്റെ ഫസ്റ്റ് ആഗ്രഹം. ആക്ച്വലി അത് സബലീകരിക്കാൻ എല്ലാ ഈശ്വരനോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാനും പ്രാർത്ഥിക്കുന്നു. വളരെ നല്ല ഒരു കാര്യമാണ്. നമ്മളെ കൊണ്ട് ഒരു 100 പേർക്ക് കാഴ്ച കൊടുക്കാൻ പറ്റുവാണെങ്കിൽ സർവീസ് ടു ദ കമ്മ്യൂണിറ്റി ഈസ് ഓബ്വിയസ്ലി സർവീസ് ടു ഗോഡ്. അതാണ് നമ്മൾ ചെയ്യാനുള്ളത്. അതുപോലെ എന്നെ കൊണ്ട് ഒരു 3500 പേർക്ക് ജോലി കൂടെ കൊടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പ്രത്യേകിച്ച് ഒരു 350 പേർക്ക് ഞാൻ കൊടുക്കുന്നുണ്ട് ജോലി. ഇനി ഒരു 3500 പേർക്ക് കൊടുക്കണം എന്നുള്ള ആഗ്രഹം കൂടെ എനിക്ക്. നേരത്തെ പറഞ്ഞ ഒരു കാര്യത്തിൽ ഞാൻ അവിടെ വരികയാണ് വീണ്ടും. ലൈക്ക് മണി എന്ന് നമ്മൾ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ മണി ഒരിക്കലും വരില്ല. ദെൻ വാട്ട് ഷുഡ് ബി ഫോക്കസ് ഇൻ അവർ ലൈഫ്? നമ്മൾ എന്താണ് ഫോക്കസ് ചെയ്യേണ്ടത് ജീവിതത്തിൽ? നമ്മളെ സഹായിച്ച ആൾക്കാരെ നമ്മൾ മാക്സിമം സഹായിക്കാൻ നോക്കുക. നിങ്ങൾക്കൊരു ജോലി വാങ്ങിച്ചിരുന്ന ആൾക്കാരെ നമ്മൾ മറക്കാതിരിക്കുക. മെയിനായിട്ട് ഞാനൊരു ബോംബെ പോയാലും ശരി, ഇന്നും അതെ, എനിക്ക് ആദ്യമായിട്ട് ജോലി ആർമിയിൽ നിന്ന് വിട്ട് എനിക്ക് ജോലി തന്ന എൻ്റെ ഒരു കസിൻ ഉണ്ട്. അവരുടെ വീട്ടിൽ ഇന്നും ഞാൻ അവരെ പോയി അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ട് ഞാൻ എന്നും വരും. അതുപോലെ തന്നെ നമ്മളെ ഹെൽപ്പ് ചെയ്ത എല്ലാവരെയും നമ്മൾ മാക്സിമം ഹെൽപ്പ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ഇങ്ങോട്ട് പ്രതീക്ഷിക്കാതിരിക്കുക. പക്ഷേ ഇന്നത്തെ ജനറേഷൻ നമ്മൾ എന്തെങ്കിലും അങ്ങോട്ട് കൊടുക്കുമ്പോൾ എനിക്കെന്ത് കിട്ടും? ഈവൻ പാരൻസ് 2 കുട്ടികളെ വളർത്തുമ്പോൾ എനിക്ക് ആൺകുട്ടികൾ വേണം എന്തുകൊണ്ടാണ് ആഗ്രഹിക്കുന്നത്? അവർ ഉദ്ദേശിക്കുന്നത് ആൺകുട്ടികൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ആൺകുട്ടികൾ വലുതായി അവരുടെ സമ്പാദ്യം നമ്മളെ നോക്കും. ഞാൻ എത്ര പല ആർക്കും ചോദിച്ചു, ഉദയം നിങ്ങൾക്ക് 2 പെൺകുട്ടികളും. ഞാൻ പറഞ്ഞത് അതിനെന്താണ്? സി ഐ ഡോണ്ട് എക്സ്പെക്ട് എനിത്തിങ്. If you have a capacity to grow up some people, that is enough. Don't ever expect anything from anyone. And who knows, ഇപ്പോൾ ആൺകുട്ടി നോക്കിയില്ലെങ്കിൽ ആ ഒരു വ്യത്യാസമില്ല എന്ന്. ഇന്ന് ആ വ്യത്യാസമില്ല എന്ന് ഞാൻ പറയില്ല. പക്ഷേ ഒരിക്കലും ഒരു പാരൻസ് ആയാലും ശരി, നമ്മളൊരു ബ്രദേഴ്സ് ആയാലും ശരി, ഇന്നത്തെ ചുറ്റുപാട് നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും ഞാൻ എന്തെങ്കിലും ചെയ്താൽ എനിക്ക് തിരിച്ചെന്ത് കിട്ടും? ഒരു എംപ്ലോയീസ് എക്സ്പെക്ട് ചെയ്യാൻ അവർക്ക് അതിന് റെമ്യൂണറേഷൻ കൊടുക്കുന്നത്. പക്ഷേ നമ്മളൊരു പാരൻസിൻ്റെ കുട്ടികൾക്ക് നമ്മൾ എഡ്യൂക്കേഷൻ കൊടുക്കുന്നതോ നമ്മൾ ബ്രദേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്നതോ ഒരു പാരൻസിനെ ഹെൽപ്പ് ചെയ്യുന്നതോ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ടല്ല. അവർക്കുള്ള സൊസൈറ്റിക്കുള്ള നമ്മുടെ കടമ നമ്മൾ ചെയ്യണം. അപ്പോൾ ആ കർമ്മം ചെയ്യണം. അതിന് ഈശ്വരൻ നമുക്ക് കൂടുതൽ തരും. ഞാനത് ആലോചിച്ചു. അല്ല നമ്മൾ ഇങ്ങോട്ട് എക്സ്പെക്ട് ചെയ്തിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് പൈസ ഉണ്ടാവില്ല. പൈസ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൈ അറിഞ്ഞ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് കൂടുതൽ വരുന്നത് ഞാൻ നോക്കിയിട്ടുള്ളൂ. ആൻഡ് ഇവിടെ ചെയ്യുന്ന കർമ്മം അതിനുള്ള കണക്ക് മുകളിലായിരിക്കും. ഇവിടെ നല്ല നമ്മളിവിടെ എക്സ്പെക്ട് ചെയ്യാനേ പാടില്ല. ഒരിക്കലും എക്സ്പെക്ട് ചെയ്ത് തിരിച്ചൊന്നും എക്സ്പെക്ട് ചെയ്യാതെ നമ്മൾ മനസ്സറിഞ്ഞ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ 3 ഇരട്ടി തിരിച്ചു കിട്ടുന്നത് ഞാൻ പറയുള്ളൂ. ബിക്കോസ് മണി ഹാസ് ഇറ്റ്സ് ഓൺ റെസ്ട്രിക്ഷൻ. ബട്ട് മണി യു നീഡ്. ഓഫ് കോഴ്സ് ഇറ്റ്സ് എ ലിവിങ് തിങ്. എന്ന് വെച്ചാൽ നമുക്ക് പൈസ ഇല്ലാതെ ഒരിക്കലും ജീവിക്കാൻ ഇറ്റ് ഹാസ് ടു കം ഇറ്റ്സ് ഓൺ വേ ആൻഡ് ഇറ്റ് ഹാസ് ടു കം ഇൻ എ സ്ട്രൈറ്റ് ഫോർവേഡ് വേ.
If you do anything actually in a different or cheating way, definitely it will not last with you. Even though if you earn something out of it, you will lose more than You that. will lose more than that. അത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കുറേ നമ്മൾ അടുത്തുള്ള ആൾക്കാരിൽ നിന്ന് നമ്മൾ കാണുന്നുണ്ട്. അന്നെ ചെയ്യുന്ന തെറ്റിന് അന്നെ ഇപ്പോൾ അനുഭവിക്കും. എസ്പെഷ്യലി എൻ്റെ ജീവിതത്തിൽ ഞാനിപ്പോൾ നോക്കിയപ്പോൾ ഏകദേശം I am actually now 49. ഇന്ന് ഞാൻ നോക്കിയില്ലേ പല ആൾക്കാരും ഷോർട്ട് കട്ടിൽ പൈസ ഉണ്ടാക്കിയ ആൾക്കാർക്ക് ലോങ് ലാസ്റ്റിംഗ് ഇല്ല. വളരെ വളരെ അത് ആ ഒരു 5 years to 10 years you can see their life immediately changes is happening. കാരണം ഇന്നത്തെ പണ്ടത്തെ പോലെ നമ്മൾക്ക് ഇപ്പോഴത്തെ ഈശ്വരൻ ഇപ്പോൾ തന്നെയാണ്. Anything whatever you I mean do immediately you get the result. Whether you take any example of the biggest family or shortest family or any low profile people, you can see that in the life immediately അവർക്കുള്ള പണിഷ്മെന്റ് നമ്മൾ തന്നെ കാണുന്നുണ്ട് നമ്മുടെ മുന്നിൽ തന്നെ. Rightly said. അത് വളരെ സത്യമാണ് അത്. ബിക്കോസ് പണ്ടത്തെ മാതിരി അല്ല ഇപ്പോൾ സാഹചര്യം. And coming to you, like you said, like നേരത്തെ ഫാദറിന്റെ അടുത്ത് നിന്ന് ക്വാളിറ്റി പഠിച്ചിട്ടുണ്ട്, നല്ല നല്ല ക്വാളിറ്റീസ് പഠിച്ചിട്ടുണ്ട്. മദറിന്റെ അടുത്ത് നിന്ന് എന്തൊക്കെ ക്വാളിറ്റീസ് പഠിച്ചത്? മദറിൻ്റെ ഒരുപാട് സ്നേഹം പഠിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ പാവപ്പെട്ടവരെ സഹായിക്കാൻ പഠിച്ചിട്ടുണ്ട്. എന്തുണ്ടെങ്കിലും നമ്മൾക്ക് നമ്മൾ ഇവിടുത്തെ നമ്മുടെ ഇസ്ലാമിക് റൂൾ നമ്മൾ പറയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻകത്തിൻ്റെ 10% ചിലവാക്കണം എന്നാണ്. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 10% to the society. What you earn per year, 10% to the society actually we should give to the needy people. അതാണ് നമ്മൾ ഇസ്ലാമിൽ പഠിപ്പിച്ചത്. അതുപോലെ തന്നെ നമ്മുടെ ഹിന്ദുത്വത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പണ്ടത്തെ കാലത്ത് ഓണം, വിഷു, അതുപോലെ തന്നെ കൊയ്ത്ത് സമയത്ത് നിറയെ ആൾക്കാർ നെല്ല് കൊടുക്കുമായിരുന്നു പാവപ്പെട്ടവർക്ക്. അതിപ്പോൾ കൂലിയായിട്ടായാലും ശരി, അല്ലെങ്കിൽ ഭിക്ഷയ്ക്ക് വരുന്നവരായാലും ശരി, അല്ലെങ്കിൽ ഇല്ലാത്തവരെ സഹായിച്ച പരിചയമാണ് നമ്മൾ. അതുപോലെ നമ്മൾ ഉണ്ടാക്കുന്നതിൻ്റെ കേരളത്തിൻ്റെ NRI നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ 1%, not 10%. 1% of our income, if we start distributing to the needy people, there will not be any hungry people in the world. Fantastic. അത് മാത്രമേ നമ്മൾ പഠിച്ചാൽ മതി. അത് ഇത് ഫാമിലിയിൽ നിന്ന് കിട്ടിയ ഒരു നല്ല ക്വാളിറ്റി. അമ്മ പഠിപ്പിച്ചത് എത്രത്തോളം അച്ഛനും അമ്മയും സാറിന്റെ ജീവിതത്തിൽ സ്വാധീനിച്ചു? അച്ഛൻ ബിസിനസ് പരമായിട്ട് വളരെ പഠിപ്പിച്ചു. നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു ഡോക്ടർ മക്കൾ എന്തുകൊണ്ടാണ് ഡോക്ടർ ആവുന്നത്, ഒരു എഞ്ചിനീയർ മക്കൾ ഒരു എഞ്ചിനീയർ ആവുന്നത് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. ഒരു ബിസിനസ് ഫാമിലിയുടെ മക്കൾ എന്തുകൊണ്ടാണ് ബിസിനസ് ആവുന്നത്? ഐ എം നോട്ട് ടോക്കിംഗ് 100%, അറ്റ്ലീസ്റ്റ് 60%, 70% നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പാരൻസിൻ്റെ നിന്ന് ഒരുപാട് നല്ല ഗുണങ്ങളും പഠിക്കാൻ പറ്റും, അതുപോലെ ചീത്ത ഗുണങ്ങളും പഠിക്കാൻ പറ്റും. ചീത്ത ഗുണങ്ങളും ഞാൻ കിട്ടിയിട്ടുണ്ട്. അച്ഛൻ വളരെ സോഷ്യലൈസ് ആണ്, അതുപോലെ വളരെ പൈസ ചിലവാക്കുന്ന ആൾക്കാരെ. പക്ഷേ നമ്മൾ അതെല്ലാം കാണുന്നത് ഇതെല്ലാം നമ്മൾ ആവരുത് എന്നുള്ള ഓപ്പോസിഷൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം വളരെ സക്സസ് ആവും. അപ്പോൾ അവരിൽ നല്ലത് മാത്രം നമ്മൾ എടുത്തിട്ട് ചീത്തയെല്ലാം കളഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ല ഒരു ലൈഫ് നമുക്ക് തരുന്നതാണ് എൻ്റെ ജീവിതം എന്നെ പഠിപ്പിച്ചത്. ആൻഡ് ഇന്ന് ഞാൻ കാണുമ്പോൾ ഇത്രയും കുറച്ച് സമയത്തിൻ്റെ ഞാൻ മനസ്സിലാക്കിയത് രണ്ടുപേരും ഭയങ്കര ലവബിൾ ആണ്, അണ്ടർസ്റ്റാൻഡിങ് ആണ്. ബിക്കോസ് ഫാമിലി അകത്ത് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഇതൊക്കെ വരാം. പക്ഷേ എത്രത്തോളം ഒരു ഡെസിഷൻ മേക്കിങ്ങിൽ രണ്ടുപേരും കൂടി ഇൻവോൾവ് ചെയ്ത് ചെയ്യുന്നത്? Decision making എന്ന് പറയുമ്പോൾ if it is any major decision, naturally that he always takes the call. He always takes the call, and I mean with consultation, like pros and cons and decide ചെയ്തിട്ട്, and according to that we come to the decision, like how we have to act on it. And basically mutual kind of understanding. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ബിക്കോസ് കാണുമ്പോൾ തന്നെ നമുക്ക് അത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. And what are all the qualities you have learned from your father and mother? My father and mother, okay, because I am the only child. I see. Of my parents. Okay. So pampered. Yeah, pampered and spoiled yet to an extent, yes. And okay, achinde eduthu parayumbo maybe I've learned to see life, take life very lightly. Oruvaadu serious onnilla. See, for every problem there is a solution. So you don't have to break your head over it. Just do what you can and just leave it. The rest will just happen. So my dad is always a very cool person. Any kind of problem comes, he says, it's okay, fine. പുള്ളി വളരെ കൂളായിട്ടുള്ള ഒരാളാണ്. മദർ പിന്നെയും കുറച്ചും കൂടെ ടെൻഷൻ എടുക്കും, ബട്ട് സ്റ്റിൽ ലൈക്ക് ഷീ ഈസ് മോർ ഹോംലി, വെരി കെയറിംഗ് ആണ് for her child. പറഞ്ഞാൽ ഞാൻ വളരെ important for that. I'm her main. I'm sorry to interrupt that. I'm actually jealous on him by seeing him so cool he is, because I'm having in business actually I'm sometimes getting a lot of tension. But my father-in-law is very very cool, and he's running the business along with my wife. I'll say, my God, if I get actually 50% of his blood, how lucky I would be. She's having that attitude now. Yeah, very very cool person. Absolutely doesn't get tensed. And even if okay, ഇപ്പം നമ്മളിപ്പോൾ എപ്പോഴും നമ്മൾ വിചാരിക്കുന്ന പോലെയുള്ള കാര്യങ്ങളായിരിക്കും, റിസൾട്ട് ആയിരിക്കില്ല എപ്പോഴും കിട്ടുക. ബട്ട് ഈവൻ ഇഫ് ഇറ്റ് ഡസൻറ്റ്, ലൈക്ക് നമ്മൾ വിചാരിച്ച പോലെ ആയില്ലെങ്കിലും ഈസ് ഓക്കെ വിത്ത് ഇറ്റ്, ഫൈൻ. So you see, that's fate. See, we always have certain things which we have under our control and things which are not under our beyond it. Okay, which is, I mean, in the hands of someone who's there up over there. So like നമ്മളെ കൊണ്ടാവുന്ന നമ്മൾ ചെയ്തു, okay, fine, we didn't get the result. So this is the decision of God. Like, fine, just leave it. So that is the kind of attitude he
take. So you And you have taken that attitude yes, with very yourself. much. Maybe I should tell nearly 99%. And then what you should do now, you should leave your father to your husband, so that at least he'll be pampering him, because he's actually എന്താ പറയാ വളരെ eager ആയിട്ട് ഫീൽ ചെയ്യുന്ന ഒരു 50% ബ്ലഡ് കിട്ടിയാണെങ്കിൽ ഞാൻ അത്രയും ഫ്രീ ആയിട്ട് അല്ലേ. അച്ഛൻ അങ്ങനെയാണ് എപ്പോഴും. ആൻഡ് പിന്നെ വന്നിട്ട് ലൈക്ക് മെയിൻ തിങ് അതന്നെ, ലൈക്ക് ടു ലീഡ് ലൈഫ് വെരി സിമ്പിൾ, be happy with all the small things that you have. Don't aim for too big. Because his policy has always been like that. Nothing like വെൽതായിട്ട് അച്ചീവ് ചെയ്ത് വെൽതായിട്ട് ചെയ്യണമെന്നില്ല. Be happy with, once you're content with what you have, the rest will come. And മാഡം പറഞ്ഞ ഒരു കാര്യം വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ബി ഹാപ്പി ഫോർ സ്മോൾ തിങ്സ്. നമ്മൾ പണ്ട് ചെറുപ്പകാലങ്ങളിൽ നമ്മുടെ മാവിന്ന് ഒരു മാങ്ങ അടിച്ച് അത് ഉപ്പും വെച്ച് കഴിക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം ഇന്ന് ആ മാവ് കാണുമ്പോൾ ആ മാങ്ങ അടിച്ച് കഴിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നുണ്ടോ? We are not. That is the, ആ സ്മോൾ തിങ്സ് ഒക്കെ അന്ന് നമുക്ക് വലുതായിരുന്നു. ഇന്ന് നമുക്ക് ഒരു കാര്യവും അത് നമ്മുടെ ഇപ്പോഴത്തെ ജനറേഷൻ they are totally missing that. Exactly. They are missing that. I think parents should make it a point to see to it that what they have enjoyed during their childhood, അത് ആ കുട്ടികൾക്കും കൂടെ കിട്ടാനുള്ള ഒരു ഇത് ചെയ്യണം. Especially I think അത് നമ്മുടെ society has to take that responsibility towards it. Each and every person, like what you have enjoyed, your children also have the right to enjoy. നമുക്ക് അത് നെക്സ്റ്റ് ജനറേഷൻ പാസ് ചെയ്ത് കൊടുക്കുന്ന റെസ്പോൺസിബിലിറ്റി. Not like you spoil it and you have enjoyed, you finish it and go. It shouldn't be that. വളരെ കറക്റ്റ് ആയിട്ടാണ് പറയുന്നത്. ആൻഡ് കമ്മിങ് ടു യു, ഡോക്ടർ TK ഉദയഭാനു എന്നാണ് ഞാൻ നേരത്തെ പരിചയപ്പെടുത്തിയത്. എന്തിൻ്റെ ഡോക്ടറേറ്റ് ആണ് എടുത്തിരിക്കുന്നത്? ഓക്കെ, ഞാൻ ആക്ച്വലി ഒരു ലാസ്റ്റ് 15 years in safety field. Safety means actually protecting the people. Okay. When you protect the people means all personal safety item under one roof. അതാണ് ഞങ്ങൾ കരം സേഫ്റ്റി JLT ചെയ്യുന്നത്. ആക്ച്വലി we manufacture a lot of safety items actually, like a helmet, spectacle, safety shoe and personal wearables for protecting the labor force actually. Okay. See, when we are meeting the labor force actually, we provide a lot of training. So when we are providing training, they also need some kind of yoga program and also natural. Say when we meet a lot of laborers in the camps and all, they are asking actually, I am having so and so disease. What is the caution? So I don't treat the people. What I do actually normally advise the people in yoga as well as actually natural ആയിട്ട് നമുക്ക് കിട്ടുന്ന നമ്മൾ even കുമ്പളങ്ങ has got a lot of protein. It can actually cure the diabetes. So I'll tell them the natural ആയിട്ട് കിട്ടുന്ന നമ്മൾക്ക് ഐറ്റംസ് കൊണ്ട് എന്തെല്ലാം നമ്മൾക്ക് ക്യൂർ ചെയ്യാൻ പറ്റും. ഒരു ഇമ്മീഡിയറ്റ് ക്യൂർ നമുക്ക് കിട്ടില്ല, ബട്ട് ലോങ് ടേം ക്യൂർ ആവുന്ന ഒരു ഇതാണ് ഡോക്ടറേറ്റിൽ എനിക്ക് നാച്ചുറോപ്പതിയിൽ എനിക്ക്. എങ്ങനെയാണ് നാച്ചുറോപ്പതിയിൽ ഇൻട്രസ്റ്റ് വന്നത്? ബേസിക്കലി ആക്ച്വലി ട്രീറ്റിംഗ് ദ പീപ്പിൾ വിതൗട്ട് ഇൻവെസ്റ്റ്മെന്റ് മച്ച് മണി. സോ അതിൽ ഈ യോഗ അല്ലെങ്കിൽ നിങ്ങൾ സേഫ്റ്റി അതിലൂടെ പോയപ്പോഴാണ് ഇങ്ങനെ നാച്ചുറോപ്പതിയിൽ നിങ്ങൾക്ക് ബിസിനസ് ലൈനിൽ ഇറങ്ങിയപ്പോഴാണ് നാച്ചുറോപ്പതിയിൽ ഓട്ടോമാറ്റിക്കലി ഇൻട്രസ്റ്റ്. I realize actually not selling the product only one important. You also have to help the society by giving some kind of free advice. So this is one of the advice I got it. And sir, നേരത്തെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു, ലൈക്ക് ഔട്ട് ഓഫ് ആർ സാലറി റെമ്യൂണറേഷൻ നമ്മൾ ഒരു 10% സൊസൈറ്റിക്ക് വേണ്ടി കൊടുക്കണം. NRIs ആണെങ്കിൽ 1% കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. ഹൗ മച്ച് ആൻ ഇൻഡിവിജ്വൽ ഷുഡ് ബി സോഷ്യലി റെസ്പോൺസിബിൾ ടു ദിസ് കമ്മ്യൂണിറ്റി? എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്? നമ്മൾ പൈസ ഉള്ളവർക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1% എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നത്തിങ്. നമ്മൾ ഡെയിലി നമ്മൾ ഈ 1 yearൽ സ്പെൻഡ് ചെയ്യുന്ന ഒരു 1% ഇസ് നത്തിങ്. സപ്പോസ് സംബഡി ഈസ് ഏണിംഗ് ആക്ച്വലി യു ക്യാൻ സേ $200,000 or $300,000. അതിലൊരു 1% പറഞ്ഞാൽ $2,000 $3,000 ദേ വോണ്ട് ഫീൽ ദാറ്റ് ഇറ്റ് ഈസ് സംതിങ് ലൂസിങ് ആക്ച്വലി. പക്ഷേ അതിനുള്ള മെൻറ്റാലിറ്റി വളർത്തിയെടുക്കണം. പക്ഷേ ആ സൊസൈറ്റി അതുപോലെ തന്നെ റെസ്പോൺസിബിൾ ആയിരിക്കണം. നമ്മൾ നാട്ടിലായാലും ശരി, നമ്മൾ ഈ കൊടുക്കുന്ന ആൾക്കാർ അവർ അതിനെ പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യണം. പിന്നെ അവർ സത്യസന്ധനായിട്ട് അവർ കറക്റ്റായിട്ട് നമ്മളിപ്പോൾ പല ആൾക്കാരും സൊസൈറ്റികളിൽ നമ്മൾക്കിപ്പോൾ ഡൊണേഷൻ കൊടുക്കാൻ വേണ്ടി ഇവിടെ വരുന്നുണ്ട്. പക്ഷേ വി ആർ നോട്ട് ഷുവർ വെദർ ദാറ്റ് മണി സ്ട്രേറ്റ് അവേ ഗോയിങ് ടു ദ നീഡി പീപ്പിൾ ഓർ നോട്ട്. സോ അതുകൊണ്ട് ഞങ്ങൾ ഡിസൈഡ് ചെയ്തത് എപ്പോൾ ലീവ് പോയാലും ഞങ്ങൾ സ്ട്രെയിറ്റ് ആയിട്ട് ആ ഡയറക്റ്റ് ബെനിഫിറ്റ് കിട്ടുന്ന ആൾക്കാരെ നേരിൽ കണ്ടിട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്, ഇൻസ്റ്റെഡ് ഓഫ് റൂട്ടിംഗ് ത്രൂ സം സെക്കൻഡ് പേഴ്സൺ ഓർ തേർഡ് പേഴ്സൺ. സോ ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് പീപ്പിൾ ആൻഡ് ഗിവ് ദം ബേസിക്കലി എഡ്യൂക്കേഷൻ. നമുക്ക് എഡ്യൂക്കേഷൻ ഇല്ലാത്ത എത്രയോ കുട്ടികൾ ഇപ്പം പഠിക്കാൻ ആഗ്രഹമുണ്ടാവും, പക്ഷെ അവർക്ക് പൈസയില്ല. അങ്ങനെയുള്ള ഓരോ NRIക്ക് ഒരു കുട്ടിയെ വെച്ച് സ്പോൺസർ ചെയ്യാനുള്ള എല്ലാ കപ്പാസിറ്റി ഉള്ള ഒരുപാട് മലയാളികൾ ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മുടെ സൊസൈറ്റി നമ്മൾ ഓട്ടോമാറ്റിക് അവരെ ഡെവലപ്പ് ചെയ്തു. തീർച്ചയായും ഇവിടെ ഇരുന്നു കൊണ്ട് നമ്മുടെ ഫാമിലിയെ ഡെവലപ്പ് ചെയ്യുന്ന ഒപ്പം നമ്മുടെ സൊസൈറ്റിയും കൂടി ഡെവലപ്പ് ചെയ്തെടുക്കുക. ദാറ്റ് ഈസ് എ ഗ്രേറ്റർ തിങ് വാട്ട് ഹ്യൂമൻ ബീയിങ് ക്യാൻ ഡു. ആൻഡ് കമ്മിങ് ടു ദ പോയിന്റ് ദാറ്റ് യു earlier said, like you have 350 employees as of now, and you have learned a lot of disciplines from the army, so you could have known about the time management, the professionalism, the attitudes, the etiquettes. ഇത് മൊത്തം തന്നെ ആർമിയിൽ നിന്ന് പഠിച്ചിട്ടുണ്ടാവും. ഒരു എംപ്ലോയി
തെറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ബിക്കോസ് 350 എംപ്ലോയീസ് പറയുമ്പോൾ നേരത്തെ ഒരു ആഗ്രഹം കൂടി പറഞ്ഞു, അത് അവരുടെ ഫാദറിൻ്റെ ആ ഒരു ഈസി ആറ്റിറ്റ്യൂഡ് എനിക്കുണ്ടെങ്കിൽ എന്നൊരു ചെറിയൊരു ലൂപ്പ് എനിക്ക് ഇട്ട് തന്നായിരുന്നു. അപ്പോൾ ആ ഈസി ആറ്റിറ്റ്യൂഡ് അല്ല, ചെറുതായിട്ട് ഷോർട്ട് ടെമ്പേർഡ് ആവുന്ന വ്യക്തിയാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത് എംപ്ലോയീസ്? ഇനീഷ്യലി ഞാൻ ബിസിനസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സബ് കോൺട്രാക്ടിങ് അല്ലെങ്കിൽ ടെക്നിക്കൽ പീപ്പിൾ സപ്ലൈ ഒരു കമ്പനിയാണ്. എൻ്റെ ബ്രദറായിട്ടാണ് ഞാനത് മാനേജ് ചെയ്യുന്നത്. എൻ്റെ ബ്രദറിൻ്റെ പേര് പ്രദീപാണ്. ഹി ഈസ് ആക്ച്വലി മാനേജിങ് ദ ഷോ. But when we go there, 8 o'clock the duty means they all will come at 8:30. But when I reach at 8 o'clock, if nobody is there, definitely I get, a lot of, angry, it rise up. But initially I realized actually if I just show this kind of, army aptitude in civil life, it is very difficult to run the business. So you have to observe all this kind of tension into our mind, then slowly, teach them. Actually, this is a kind of, aptitude we'll have to develop, but it taking time. But some people observe it, some people take it opposite also. Oh, this is an army man. He's actually, too disciplined, including my children sometimes. They don't like it. Because നമ്മൾ പഠിച്ച പാഠങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഫുൾ നമ്മുടെ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ it is not easy. But slowly we can implement it. That even for the admission purpose, for example, I can say that my daughter is trying for the MBBS admission. I ask her, where is your passport copy? Where is your mark sheet? Where is your, whether you send the mail? No, Appo, I will send it. So we have to go behind this actually children to do everything their own. But whereas നമ്മൾക്ക് പഠിപ്പിച്ചിട്ട് എല്ലാം നമ്മൾ തന്നെ ചെയ്യാനാണ്. അപ്പോൾ ആ 17 ഏജിൽ അല്ലെങ്കിൽ 18 ഏജിൽ എനിക്ക് ആ ഒരു എന്താ പറയുക ഒരു ഇൻഡിപെൻഡൻസി നമ്മൾ ആ കുട്ടികളിൽ വളർത്തിയെടുക്കുക എന്ന് പറഞ്ഞാൽ ഇന്നത്തെ സാഹചര്യത്തിൽ പറ്റും. കാരണം എല്ലാവരും സ്പൂൺ ഫീഡിംഗ് ആണ്. That is actually we are spoiling ourselves. Like how she was brought up. Yes, how she is brought up. No, but I am a very independent person. Very independent. No, she is very independent. And even marriage സമയത്ത് ഞാൻ അത് മാത്രമേ നോക്കിയിട്ടുള്ളൂ. As I said, actually, I want a wife who can speak all languages, and she should be very, proficient in English, because I know that I have to start some business. So unless until my wife, because I don't have any other support, I am an independent person and self-made person എന്ന് പറയാം. അപ്പോൾ നമുക്ക് ബാക്കിൽ ഒരാളില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക് എല്ലാം നമ്മൾ ഡിസിപ്ലിൻ തന്നെ വരും. അപ്പോൾ നമ്മൾ ഇൻഡിസിപ്ലിൻ ആവുന്നത് ബാക്കിൽ നമുക്ക് സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ ജീവിതത്തിൽ ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ട് ഒരു കല്യാണം വിവാഹം കഴിക്കുക, അങ്ങനെ ഒരു പെൺകുട്ടി വേണം എൻ്റെ ജീവിതത്തിൽ വരണം എന്ന് ആഗ്രഹിച്ച ആളാണ്. താങ്കളുടെ ജീവിതത്തിൽ എങ്ങനെയായിരുന്നു ഐ ഷുഡ് ഗെറ്റ് എ മാൻ ലൈക്ക് ദിസ് എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു, പിക്ചർ ഉണ്ടായിരുന്നു? No, actually അങ്ങനെ ഒരു ഐഡിയ I did not have, because like I told you, like I was like my father, like more like whatever comes, like okay fine, so whatever is there in my fate will come, like wherever he goes. Because I remember like proposals നോക്കുമ്പോഴും എൻ്റെ fathers ഒരുപാട് ദൂരത്തു നിന്നൊക്കെയാണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. But ultimately what happened is I married someone who was just next door. So I used to tell my parents, and why did you take all this effort? എല്ലാവരുടെയും തരുന്നത് അത് അങ്ങനെയൊക്കെ എത്തിയാലേ whatever you try, ആ ഒരു പവർ ഉണ്ട് which decides everything. Exactly. And അങ്ങനെ ഒരു ആളിനെ കണ്ടുകിട്ടി, അതും നെക്സ്റ്റ് ഡോർ ആഷി സെഡ്. ജീവിതത്തിൽ പെട്ടെന്ന് കിട്ടിയതല്ലാന്ന് പറയാം. ഞാൻ whether I should announce it or not, 36 പെൺകുട്ടികളെ കണ്ടൊരു വ്യക്തിയാണ് ഞാൻ. 36 കുറവാണ്, കുറേ പേര് 100 150 ഒക്കെ കണ്ട്. എല്ലാവരും ഇപ്പോൾ ഇഷ്ടപ്പെടാൻ നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഞാൻ ഒരൊറ്റ കാര്യം മാത്രമേ നോക്കിയുള്ളൂ, എൻ്റെ കൂടെ ബിസിനസ് ചെയ്യണമെങ്കിൽ വെദർ ഷീ ഷുഡ് ബി ഏബിൾ ടു capable to run kind of business or not. ആ ഒരു ക്വാളിറ്റി ശൈലജയിൽ കൊണ്ടുകൂടെ. So you had a vision, a set vision. Yes. For that vision you need a woman who can really carry you up. And that's behind every successful man there is obviously a woman. Women the push വന്ന് വേണം എന്ന് ചിന്ത ഉള്ള ആളായിരുന്നു. 100%. And after marriage, what you thought has happened? I got a lot of support from Shaila. Without Shaila, definitely I would have not reached this level. And we always tell actually, Shaila, that is a very successful man, that is a woman behind. Same way, I will tell you actually, very successful woman, there is a man behind. I have to ask these questions with her actually. That is why you should think that. No, because I know he's a very strict man, he's an army kind of man and getting angry and all those. And you're totally relaxed, cool and very lethargic and all those things. And എങ്ങനെയാണ് താങ്കളുടെ ബിസിനസ്സിൽ എത്രത്തോളം സപ്പോർട്ട് ഇദ്ദേഹം തരുന്നുണ്ട്? Maximum support is from his side only. Okay. Because ഞാനൊരു ബിസിനസ് ഫാമിലിയിൽ നിന്നല്ല വന്നിരിക്കുന്നത്. Like it's a very simple middle class family, happy go lucky family. So all these like money, business, profit, percentages, those were all not there in my dictionary. ആ ഫിഗേഴ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. Absolutely nothing. It was nothing there. So ഞാൻ ഇവിടെ ഗൾഫിൽ വന്നു. Actually I did not want to go to work actually. എനിക്ക് വലിയൊരു ഇതില്ലാത്ത ഒരാളായിരുന്നു. But he actually forced me to he said you have to go.
and you have to learn, like how people are, you have to mingle with people. And So she was very, shy to meet the people. So I put her in marketing. The first day she was saying, when I went for marketing, there are many people giving me shake hand. So what? No, it is very ashamed for me to just give my hand because she is from a village, even though she studied in Bombay, Madras and everything, but she never go out and give her hands to someone. I said, okay, yeah, that should leave it. Just wash your hand. That's finished. അങ്ങനെയൊക്കെ ട്രെയിൻ ചെയ്തിട്ടാണ് കൊണ്ടുപോയത്. I joined here with She cried. Even 1 week she was crying, no, I don't want to go for marketing. I said, see, unless until if I start some business and if you don't know how to do the marketing, if you don't know how to reach the location, how the business will be successful? You are a real businessman. He knows where to put a person right at the first point. Marketing little മാത്രമേ ഒരാൾക്ക് ബിസിനസ് എന്താണെന്ന് പഠിക്കാൻ. Now she knows the location better than me. Any location I have to ask her. Now the situation is such a way that actually she know all the location in UAE, I can say. You have really brought her talent out. Yeah. Afterwards, then I also told her immediately when we realized we have 2 kids in education started, immediately ask her, no, please just stop it. And she also, I want to know, she want to go for some banking knowledge also. Then she joined in, bank also. She got some 2 years experience in bank. Then she start up this. Very nice, very nice. I feel very happy. അത് മാത്രമല്ല നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യം യാഥാർത്ഥ്യമാവണം എന്ന് എല്ലാ മനുഷ്യരും വിചാരിക്കാറുണ്ട്. പക്ഷേ ദൈവം കൂടി വിചാരിക്കണം. അപ്പോൾ താങ്കളുടെ ജീവിതത്തിൽ എത്രത്തോളമാണ് ദൈവത്തിൻ്റെ സപ്പോർട്ട് ഉള്ളത്? എൻ്റെ കാര്യത്തിൽ ഞാൻ പറയാം 50% ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും ദൈവത്തിൻ്റെ പ്രാർത്ഥനകളും അതുപോലെ തന്നെ എൻ്റെ എൽഡേഴ്സിൻ്റെ പ്രാർത്ഥനകളും എനിക്ക് എന്നും എൻ്റെ കൂടെയുണ്ട്. കാരണം എന്ത് ചെയ്യുമ്പോഴും ഞാൻ പകുതി മനുഷ്യൻ എന്നും പറഞ്ഞിട്ട് ഞാൻ എല്ലാം ദൈവം ചെയ്തത് ഞാൻ പറയില്ല. താൻ പാതി ദൈവം പാതി. കാരണം നമുക്ക് എന്ത് ചെയ്യാൻ ആഗ്രഹിച്ചാലും അത് സക്സസ് ആണെങ്കിൽ നമുക്ക് ബ്ലെസ്സിങ് എല്ലാവരുടെയും വേണം. 1. 2, നിങ്ങൾ ഫോക്കസ് ആയിരിക്കണം. എന്ത് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എന്താ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതിനെക്കുറിച്ചുള്ള ഒരു അറിവ്. ഇപ്പോൾ നമ്മുടെ പല ആൾക്കാരും ബിസിനസ് ഫെയിലായി എന്ന് പറയുന്നു. ഞാൻ നോക്കിയാൽ നിങ്ങൾക്ക് അറിയുന്ന ബിസിനസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും ബിസിനസ് ഫെയിലർ ആവില്ല. കാരണം അതിലൊരു ഫോക്കസ്, അതിലൊരു നോളേജ് ആദ്യം അറ്റ്ലീസ്റ്റ് എന്ത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു 50% നോളേജ് 100% നിങ്ങൾക്കത് ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ ആ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യരുത്. കാരണം നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നത് എനിക്ക് അവർ പറഞ്ഞു തന്നു അല്ലെങ്കിൽ വേറൊരു തേർഡ് പാർട്ടി പറഞ്ഞു തന്നു ഞാനൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തതിന് പറയുന്നതിന് പകരം നമ്മൾക്ക് അറിയുന്ന ബിസിനസ് ആദ്യം നമ്മൾ ചെയ്യേണ്ടതാണ്. കാരണം അച്ഛൻ്റെ കയ്യിൽ ഞാൻ പഠിച്ചത് ബെസ്റ്റ് ബിസിനസ്സാണ്. ഞാൻ പലപ്പോഴും എല്ലാവരോടും പറയും ബെസ്റ്റ് ബിസിനസ് മാത്രം സ്റ്റാർട്ട് ചെയ്യാൻ. കാരണം ഐ ഹാവ് സീൻ ഫ്രം ചൈൽഡ്ഹുഡ്, ഫ്രം 5th, 6th onwards, I have seen actually, my father is selling lot of property, even mother gold actually even hypothecated, even my house is actually hypothecated. So I have seen the growth. Mean best business പല നാട്ടിലും നോക്കിക്കഴിഞ്ഞാൽ it is very difficult to run it. So I will always advise, okay, such we have seen that experience, don't start that. And I have a point there, like as you said, father-നെ കണ്ട് അത് ചെയ്യാൻ പാടില്ല എന്ന് മനസ്സിൽ തോന്നി. പക്ഷേ your father's business could have influenced somebody else in the society. അവർ കണ്ട് ഇത്രയും നല്ല ഒരു അവർക്ക് ചിലപ്പോൾ ഇതിന്റെ ബാക്കിൽ എന്തൊക്കെ സംഭവിക്കുന്നതെന്ന് അറിയില്ല. മറ്റുള്ളവരെ കണ്ടുള്ള ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ ഫെയിലിയർ ആവുന്നത്. ഫാദറിന്റെ ബിസിനസ് വേറെ പറഞ്ഞ റിയൽ എസ്റ്റേറ്റ്. He has done lot of real estate business actually in Kerala. When I was 5 years old itself, I have seen lot of തോട്ടങ്ങളും കൃഷികളും മേടിച്ചും കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ ഫസ്റ്റ് സാലറി ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത റിയൽ എസ്റ്റേറ്റിലാണെന്ന് പറയാം. അപ്പോൾ എൻ്റെ മാക്സിമം ഇൻവെസ്റ്റ്മെൻറ്റ് ഇന്നിപ്പോൾ ഉള്ളത് റിയൽ എസ്റ്റേറ്റ് ആണ്. കേരളത്തിനെ സംബന്ധിച്ചിട്ട് ഒരു 400 to 600% റിട്ടേൺ തരുന്ന നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ആയിരുന്നു അന്ന് എന്ന് പറഞ്ഞാൽ ഒരു 10 years back. But now if you see, it is very difficult for anyone to buy 5 cents of land. But luckily I just invested maximum into that because I have seen that the grow only the land and farm can give you, especially agricultural land, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ വീടുകൾ അല്ലെങ്കിൽ അതിനുള്ള റിട്ടേൺസ് ഇന്നിപ്പോൾ കേരളത്തിൽ വേറെ ഏതും ഇല്ല എന്ന് തന്നെ പറയാം. അത് അച്ഛൻ്റെ നിന്ന് പഠിച്ചതാണ്. ഫാന്റാസ്റ്റിക്. ആൻഡ് യു ആർ എ ഫോക്കസ്ഡ് പേഴ്സൺ. ലൈക്ക് നേരത്തെ പറഞ്ഞ മാതിരി ജീവിതത്തിന് ഒരു ഫോക്കസ് വേണം. സാർ ഫോക്കസ് ചെയ്ത് ജീവിക്കുന്ന ഈവൻ വിവാഹം പോലും ഫോക്കസ് ചെയ്തിട്ടാണ് കല്യാണം. ഐ എം ടോക്കിംഗ് വെരി സ്ട്രേറ്റ് ഫോർവേഡ് ബിക്കോസ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒരു മനുഷ്യനെ എവിടെ എത്തണം എന്ന് ആ മനുഷ്യന് മാത്രമേ അറിയുള്ളൂ. ആ വ്യക്തിക്ക് മാത്രമേ അറിയാവൂ ഞാൻ ഈ സ്ഥാനത്ത് എത്തും എന്നുള്ള ഒരു കോൺഫിഡൻസ്. ഇന്ന് ജീവിതത്തിന് തിരിഞ്ഞു നോക്കുമ്പോൾ എന്ത് തോന്നുന്നു സാറിൻ്റെ ജീവിതത്തിനെ കുറിച്ച്? ഐ എം വെരി ഹാപ്പി എന്ന് പറയാം. പക്ഷേ വളരെ ബിസി എന്ന് പറയാം. ചില സമയത്ത് വൈഫ് പറഞ്ഞ പോലെ കുറച്ചൊക്കെ റിലാക്സ് ആയിരിക്കണം വിചാരിക്കണം. പക്ഷേ ഞാൻ പറയുന്നത് നമ്മൾക്ക് റിലാക്സ് ചെയ്യണമെങ്കിൽ ആ ഏജ് ആകുമ്പോഴേ നമ്മൾ റിലാക്സ് ചെയ്യാം. ഒരു ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയണമെങ്കിൽ ഒരു ഹോഴ്സ് റേസ് ആണ്. അതിലൊരു തിരിഞ്ഞോട്ടുമില്ല. വൺസ് യു ആർ ദെയർ ജസ്റ്റ് കീപ്പ് ഓൺ റൈസ്. Otherwise, you will never reach anywhere where you want it. If you stop it, you finish. Then don't do the business. It's better to retire. So I will say that actually, the more you do business, more you run and more you rise. Otherwise, you have to stop it and relax it. But along with business, of course, you have to look after other things also, which I am doing. That question is to her actually. Family ku etrathoolam samayam thararunde? And I think I have to ask you also. Etrathoolam family ku samayam spend cheyaru? I mean, he is too busy. Okay. Very limited time ആണ്.
Because he has too many, like, 2-3 businesses നടത്തുന്ന കാരണം he has to divert his attention to everything. Okay. So, I mean, family, of course, yes, there is a compromise on that side. Okay. And what is your time for your work? I told you, like, my own timings, I do as per my thing, I mean, timings, like, without compromising on my children's time. That's very I don't important. do that because I have certain principles. I will never compromise on that side for business. No. And what do you feel about a woman who handles so many things as a wife, as a mom, as an entrepreneur? How much credit will you give to her? I will give, give her 100% credit because she's looking after my children. Because since I come to Dubai, actually, you know, I can say that 14 to 15 hours I am just working. And when I just asked her to work also, I realized when my 2 children grown up, immediately I told her it is better to stop because I am started running. So this is the time, because we don't want to compromise in the quality of bringing up the children. And I am very lucky to have her father also with me, because since my children's, he was with, actually he was looking after my children, like, you know, even I can say that I did not spend that much time how he spent the time with my children actually. And Saranda Achan നാട്ടിലുണ്ടപ്പോ? Achan now he is 74. He was here actually. I mean, unluckily I lost my mother actually. അപ്പോൾ ഞാൻ ഇപ്പോൾ എവറി മന്ത് ഇപ്പോൾ അച്ഛൻ്റെ അടുത്ത് പോകുന്നുണ്ട്, അച്ഛൻ്റെ ട്രീറ്റ്മെൻറ്റ് നോക്കുന്നുണ്ട്, തിരിച്ചു വരും. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങോട്ട് കൊണ്ടുവരണം, ആ ഒരു ഇതുണ്ട്. ആൻഡ് നേരത്തെ പറഞ്ഞു ബിസിനസ് ഒരു റേസാണ്, ഇപ്പോൾ റേസിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇനി എത്ര ദൂരം എത്താനുണ്ട്? ഞാൻ പറഞ്ഞ പോലെ ഇപ്പം എനിക്ക് 350 പേർക്ക് ജോലി കൊടുക്കാൻ സാധിച്ചുള്ളൂ. ഇനി ഒരു 3500 പേർക്ക് ജോലി കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ്ലി ഐ റീച്ച് ഓൺലി 10%. സോ 90% സ്റ്റിൽ റിമൈൻ ദെയർ. ഓ ഗ്രേറ്റ്. ആ കറേജിനെ ഞാൻ തീർച്ചയായിട്ടും അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ബിക്കോസ് യു ആർ സേയിങ് ദാറ്റ് ഓൺലി 10%. ആ 90% റീച്ച് ചെയ്യാൻ ടൈം ഫ്രെയിം എത്ര എടുക്കും? See, in 10 years. 10 years time. So you have fixed a goal. Yeah, fixed a goal. In 10 years time, your company should have 3,000 employees. In different field, and also the company should have some social responsibility. Of course. And may God bless you for that, because you have a very good ambition. മാത്രമല്ലാതെ നല്ല ഒരു ഫോക്കസ്ഡ് ആയിട്ട് ജീവിതം ആസ് വെൽ എസ് ബിസിനസ് രണ്ടും ഫോക്കസ് ആയി കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയാണ് താങ്കൾ. ആൻഡ് സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഐ തിങ്ക് യു ഹാവ് ഓൺ ദി പീക്ക്. ആൻഡ് യു ആസ് യു സെഡ് 100 പേർക്ക് കാഴ്ച കൊടുക്കുക എന്നുള്ള ഒരു സംഭവം, 3500 എംപ്ലോയീസിന് ജോലി കൊടുക്കുക എന്നുള്ള എംപ്ലോയ്മെന്റ്, ആൻഡ് 1% ഓഫ് യുവർ remuneration goes to the needy people in Kerala. So all these things put together, you will become a real good Mahatma. Mahatma എന്ന് പറയുമ്പോൾ നമ്മൾ നല്ല ആത്മാവിനെയാണ് മഹാത്മാ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ആത്മാവായി മാറി തീരട്ടെ. എന്നാൽ രണ്ടുപേരും കൂടിയിട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് എന്താണ് അഡ്വൈസ് പറയാനുള്ളത്? ബിക്കോസ് യു ബോത്ത് ആർ, ഐ ക്യാൻ സേ ലൈക്ക് യു ആർ റൈറ്റ് പേഴ്സൺസ് ടു ഗിവ് അഡ്വൈസ് ഓൺ ദ ബിസിനസ് ഫ്രോണ്ട് ആസ് വെൽ as on the personal front. എന്തായിരിക്കും രണ്ടുപേരും അഡ്വൈസ്? എൻ്റെ അഡ്വൈസ്, എന്ത് ചെയ്യുമ്പോഴും നിങ്ങളത് 100% അതിൽ ഇൻവോൾവ് ആയിട്ട് ചെയ്യുക. പഠിപ്പാണെങ്കിൽ പഠിപ്പിനെ പറ്റി മാത്രം ചിന്തിക്കുക. ബാക്കി എൻജോയ്മെൻറ്റ് 10% വെച്ചിട്ട് 90% നിങ്ങൾ ഫോക്കസ് ചെയ്യുക. പിന്നെ ബിസിനസ് ഫാമിലി ആണെങ്കിൽ ഞാൻ പറയാനുള്ളത്, ബിസിനസ് മാത്രം ഫോക്കസ് ചെയ്യുന്നതിന് പകരം കുറച്ച് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിക്കും കൂടെ സ്പെൻഡ് ചെയ്യുക. നല്ല വ്യക്തികളെ കണ്ടുപിടിച്ച്, അല്ലെങ്കിൽ നീഡി പീപ്പിളെ കണ്ടുപിടിച്ച് ഡയറക്റ്റ് അവർക്കുള്ള ഹെൽപ്പ് എത്തിക്കുക. പിന്നെ യങ് ജനറേഷൻസ് ബിസിനസ്സിനെ പറ്റി കുറിച്ച് പറയുകയാണെങ്കിൽ, നമ്മൾ എസ്പെഷ്യലി കേരളത്തിലെ ആൾക്കാർ എല്ലാവരും ജോലിക്കാരെ മാത്രമേ കല്യാണം കഴിച്ചു കൊടുക്കൂ എന്നുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ട്. പാരൻസ് തന്നെ പറയും, ഇല്ല അവൻ ബിസിനസ്സാണ്, അവന് പെണ്ണ് കൊടുക്കരുത്. അത് മാറ്റിയിട്ട് ഞാൻ പറയുന്നത്, ഇന്നത്തെ ജനറേഷൻസിന് നിങ്ങളെല്ലാവരും ബിസിനസ്സിൽ ഫോക്കസ് ചെയ്യണമെന്നേ ഞാൻ പറയുള്ളൂ. കാരണം ബിസിനസ് വിൽ ഗിവ് യു 10-fold or 20-fold, 100-fold than what you are getting in remuneration. So I will say that, but you need some experience, you should be focused, and you should do the business only what you know. Then you will be successful. Fantastic. And your advice to the viewers? My advice is like, main thing is that there is no shortcut to success. You have to work hard. പിന്നെ ഇപ്പോഴത്തെ യങ്ങർ ജനറേഷൻ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടത്, without hard work you can't achieve anything. So whatever comes easy to you goes off easily. So, and especially for the women, പറയുകയാണെങ്കിൽ try to be independent, because your individuality also counts. And since you are the person who's going to raise a family, and your children, you are going to be an example to your children. You should be the role model. Safeguard your principles, your values, your individuality, because a woman is the one who brings up the society. So I think പ്രത്യേകിച്ച് നമ്മുടെ കേരളയിലുള്ള സ്ത്രീകൾ തീർച്ചയായിട്ടും you have to, like, നോർത്തിലൊക്കെ പറയുമ്പോൾ, like, they are more independent, more broad minded, they're more outgoing. Kerala, I think ladies should come into it. Even വീട്ടമ്മമാരായിരുന്നാലും, you should try to be a little independent on your own. You gain respect.
It is very important. Right said, and thank you so much for both of your time. ഒരുപാട് കാര്യങ്ങൾ ചോദിച്ച് ഇനിയും മനസ്സിലാക്കാനുണ്ട്, പക്ഷെ നമുക്ക് സമയപരിധി ഉണ്ട് കാരണം കൊണ്ട് നമ്മളിവിടെ അവസാനിപ്പിക്കാൻ പോകുകയാണ്. എന്തായിരുന്നാലും ടൈം ഇസ് ആസ് യു സെഡ് ഇസ് എ വെരി വാല്യുബിൾ തിങ്. ആൻഡ് ബിസിനസ് ഇന്ന് കുറച്ച് നേരം ഫാമിലിയോട് കൂടി ഇരിക്കുന്ന കുറച്ച് സമയമാണ് ഞങ്ങൾ. ഓക്കെ, സോ അതുകൊണ്ട് മാത്രമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. എന്തായിരുന്നാലും സമയം തന്നെ ഞങ്ങൾ രണ്ടുപേർക്കും 100 നന്ദിയുണ്ട്. ആൻഡ് ഓഫ് കോഴ്സ് I think both of your aim and vision and sir ചെയ്തിരിക്കുന്ന focus, let it come true. May God bless you both. Thank you so much for coming and interviewing us. Thank you so much. So viewers, ഇന്നത്തെ എപ്പിസോഡ് ഇവർക്ക് ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ബോത്ത് ഓഫ് ദം ഗേവ് 2 ഡിഫറെൻറ്റ് അഡ്വൈസസ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം പറയുന്നത് വളരെ ഫോക്കസ്ഡ് ആയിട്ട്, ഡിസിപ്ലിൻഡ് ആയിട്ട്, നമ്മളെ ജീവിതത്തിന് നമുക്കൊരു ആംബിഷൻ വേണം. ആംബിഷൻ ഇല്ലാതെ ഒരിക്കലും ബിസിനസ് ചെയ്തിട്ട് കാര്യമില്ല. മാത്രമല്ലാതെ ബിസിനസ് അറിയുന്ന ബിസിനസ് ചെയ്യുവാണെങ്കിൽ ബിസിനസ് ജീവിതത്തിൽ എല്ലാവരെ കൊണ്ടും സക്സസ് ചെയ്യാൻ പറ്റുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആൻഡ് മാഡം പറഞ്ഞ കാര്യം വളരെ എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം. പർട്ടിക്കുലർലി വിമൻ ഷുഡ് ബി ഓൾവേസ് ഇൻഡിപെൻഡൻറ്റ്. നമ്മൾ സ്വന്തമായിട്ട് ഇൻഡിവിജ്വലായിട്ട് നമ്മുടെ കഴിവുകൾ പുറത്ത് കൊണ്ടുവരണം. നമ്മൾ വീട്ടിലിരുന്നു കൊണ്ട് നമ്മളെ കൊണ്ടാവുന്ന കാര്യങ്ങൾ, ഹൗസ് വൈഫ് ആയെങ്കിൽ പോലും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്ത് നമ്മൾ എത്രത്തോളം ഇൻഡിപെൻഡൻ്റായി നമ്മുടെ ജീവിതത്തിൽ നമ്മളെ കൊണ്ട് വാട്ട് ഐ ക്യാൻ സേ ഇസ് നമുക്ക് എത്രത്തോളം നമ്മുടെ ആ വിമൻ്റെ ക്യാപ്പബിലിറ്റി പുറത്ത് കൊണ്ടുവരാൻ പറ്റുമോ അത്രത്തോളം സൊസൈറ്റി ഡെവലപ്പ് ആവും. അതാണ് മാഡം പറഞ്ഞത്. എന്തായിരുന്നാലും രണ്ടുപേരും നല്ല അഡ്വൈസാണ് എന്നെ തന്നിരിക്കുന്നത്. വീണ്ടും നല്ലൊരു എപ്പിസോഡിൽ നല്ല മെസ്സേജുമായിട്ട് ഞാൻ നിങ്ങളെ മീറ്റ് ചെയ്യുന്നതായിരിക്കും. Until then, it's me, Smita, signing off from you all. Take care. Bye-bye.